പാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം മൂർച്ചയുള്ളൊരു നോട്ടമ്മ മൂർച്ച. ഹലോ ഹലോ അമ്മേ എന്താ പരിപാടി? അപ്പൊ ഇന്ന് നമ്മള് ചക്കനെ കൊണ്ടില്ല എന്തോ ഒരു വിഭവമാണല്ലോ. ചക്ക അപ്പാക്കാന്ന് എന്റെ അമ്മ ഇന്നലെ വരുമ്പോ കൊണ്ടുവന്ന ചക്ക, നല്ല പഴുത്ത ചക്ക. നമുക്ക് ഇവിടെ പഴഞ്ചക്കയാണ് കൂടുതൽ കിട്ടല്ലേ. ഇതിപ്പോ വരിക്ക ചക്ക പിടിക്കാനാണ്. നല്ലൊരവല്ല, നല്ലൊരു ഇതാണല്ലോ അത്. എന്നാ ചക്ക ഒരു കണക്കിനും കൂട്ടാക്കുന്നില്ലല്ലോ. ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോകും. അപ്പൊ പഴുപ്പിന്റെ അമ്മേനെല്ലാം കൂടി നമ്മൾ ചക്കയപ്പാക്കാൻ വേണ്ടി പഴുക്കണ്ടേ നല്ലോണം. മണം നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. ഞമ്മ വണ്ടിയിൽ വെച്ചതാണ്. കുറച്ചും കൂടെ പഴുക്കണം തോന്നുന്നു. കുറച്ചൊരു മധുരം വെക്കണം അത്രേ. മണോലും വരുമ്പോ കേൾക്കുന്നുണ്ടല്ലോ ഇത്. വെളിഞ്ഞെറെല്ലാം പോകുമ്പോ ഇപ്പൊ എങ്ങനെയുണ്ട് മേ? അപ്പൊ ആക്കാൻ പറ്റുവാ? നമ്മള് മിക്സിയിലിട്ട് അടിക്കേണ്ടി വരും അല്ലേ? പഴഞ്ചക്കയാ? എന്നാ പിന്നെ രണ്ടും കൂടെ പഴഞ്ചക്ക ഇട്ട ഒരു നാര് പോലെ ആയിരിക്കും. പക്ഷെ പഴഞ്ചക്ക ഉണ്ട്. അതെയാ, എന്നാ പിന്നെ പഴഞ്ചക്ക എടുക്കാം നമുക്ക്. അപ്പൊ ഇന്ന് പഴഞ്ചക്കയും വരിക്കച്ചക്കയും കൂടി മിക്സ് ആക്കിയിട്ടാണ് നമ്മൾ ഇന്ന് അപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഏത് ചെറിയൊരു ഇതിൽ കുറച്ച് പുളിയുണ്ട് മേ. അല്ല ചക്ക നല്ല തന്നെ, പക്ഷെ ഒരു മാങ്ങ ചില മാങ്ങ പുളിയില്ല മാങ്ങ ഉണ്ടാവുമല്ലോ. കളർ അപ്പൊ അതിൽ നമ്മല്ല ഇത് കുഴപ്പമൊന്നുമില്ല. അത് എന്ന് പറഞ്ഞാൽ ഓരോ ചക്കക്ക് ഓരോ ടേസ്റ്റ് ആണല്ലോ. ഒരു മാങ്ങക്ക് ചിലത് പുളിയില്ല മാങ്ങ ഉണ്ടാവും. നമുക്ക് ചിലപ്പോ ഇതിന്റെ ഒരു രുചി അതായിരിക്കാം. അപ്പൊ രണ്ടെണ്ണം അമ്മ അത്ര എണ്ണം കൊണ്ടുവന്നേ? ആ, രണ്ടെണ്ണം അമ്മ കൊണ്ടുവന്നതാണ്. അമ്മക്ക് കിട്ടിയത് തന്നെ അമ്മേന്റെ ഒരു അടുത്തില്ല, നമ്മളെ ഒരു അയൽവാസി കൊടുത്തതാ അമ്മക്ക്. അപ്പൊ അങ്ങനെ നോക്കിയത്. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മത് അൺബോക്സ് ചെയ്യുന്നത്, പൊളിച്ചു നോക്കുന്നത്. അപ്പൊ അതിപ്പോ ഒരു പഴഞ്ചക്ക ഉണ്ട്. ഇത് നമ്മളെ ചക്ക ഉണ്ടല്ലോ പ്രിയ? അത് നമ്മളെ ചക്ക. അത് നമ്മള് പിന്നാലത്തെ ബ്ലോഗിൽ പറിച്ചിട്ട ചക്ക ഇന്നത്തേക്ക് പഴുത്തു അല്ലേ? കൊറേ മൂത്ത ചക്ക ഉണ്ട്. പഴഞ്ചക്കയാണ്. അപ്പൊ പഴഞ്ചക്ക നമുക്ക് അത്ര, പഴഞ്ചക്ക പൊതുവേ എന്ന് പറയുന്നത് അങ്ങ് ഇട്ട അങ്ങ് പോകുന്നോണ്ടല്ലേ, അതുകൊണ്ട് അപ്പം അമ്മ ഏതായാലും പിന്നെ വരിക്കച്ചക്ക ഉണ്ടെന്നുകൊണ്ട് നമ്മൾ ഏതൊരു അപ്പാക്കാന്നല്ല ചക്കയപ്പാന്നെ തീരുമാനത്തിലാണ്. നല്ല മണം വന്നിട്ടാണ് നമ്മൾ മുറിക്കാൻ. മണം എന്നെല്ലാം പറഞ്ഞ വണ്ടി നിറച്ച് മണായിരുന്നല്ലേ. ഒന്ന് സുവർണക്കും കൊടുത്തിട്ടുണ്ട്. ഇനി സുവർണനോട് വിളിച്ചു ചോദിച്ചാലേ ബാക്കി കാര്യം അറിയാൻ പറ്റുള്ളൂ. അമ്മക്കില്ലേ, പക്ഷെ കുഴപ്പമൊന്നുമില്ല. നല്ല നല്ല ചക്ക തന്നെ. ഇപ്പം ഒരു ചെറിയൊരു ഒരു പിന്നെ ബാക്കിയുള്ള പരിക്ക പോലെ അത്ര ഇതില്ല, ടേസ്റ്റ് ഇല്ല. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇത് വെച്ചിട്ട് ആക്കുന്നില്ല നമ്മള് ഇന്ന്. പഴഞ്ചക്കയും കൂടെ എങ്ങനെയാമ്മ ആക്കൂ? ഇതേനി മുറിക്കറാമേ. ഇത് നോക്കാല്ല നമുക്ക്. അടുത്ത ചക്കയും കൂടി നമുക്ക് മുറിക്കാം. അങ്ങനെ നമ്മുടെ വരിക്കച്ചക്ക അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. പഴഞ്ചക്ക പറയാൻ പറ്റില്ല. ഇനി വരിക്കച്ചക്കനെ കാട്ടി നല്ല ടേസ്റ്റ് പഴഞ്ചക്ക ഉണ്ടെങ്കിൽ നമ്മള് അതിലേക്ക് മാറുന്നതാണ്. നോക്കട്ടെ, ഇതാണ് നമ്മുടെ പഴഞ്ചക്ക. കാണാൻ ഉഷാറി തന്നെ കേട്ടോ. നല്ല പഴുത്തിട്ട് മതി ഇതാക്ക. അടിപൊളിയായിട്ടുണ്ടേ. എങ്ങനെയുണ്ട് പ്രിയ? ഇതാണ് നല്ല ഇതുണ്ടാവല്. നോക്കി ഞാൻ അമ്മ പറയും. അമ്മേ വരിക്കച്ചക്ക എങ്ങനെയുണ്ട് അമ്മേ? അല്ല സോറി, ബരിക്കും പഴവും മാറി മാറി പോകുന്നത്. പഴം സൂപ്പർ അല്ലേ? പഴ രസട്ടാ. അപ്പൊ ഇപ്പൊ ഈ ഒരു തവണ വരിക്കനെ കവച്ചു വെച്ചു പഴഞ്ചക്ക. അങ്ങനെ പൊതുവെ നോക്കി ഇന്ന് ഫസ്റ്റ് ടൈം ആയിട്ട് ഞാൻ കാണുന്നത്. എല്ലാരും വരിക്കച്ചക്കയെ ചൂസ് ചെയ്യല്. ഇത് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴഞ്ചക്ക ഗൈസ്. നല്ല നല്ല അടിപൊളി ചക്കാട്ടാ. പിന്നെ എന്താ അടിപൊളി മതി കേട്ടാ. അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ സൂപ്പർ. വേണ്ടാന്ന് വെച്ച് മൂലക്ക് വെച്ച സാധനമാണ്. നോക്കുമ്പോ ഇനിയിപ്പോ രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അമ്മേന്റെ, അതെ അമ്മേന്റെ റെസിപ്പിയാണ്. അപ്പൊ നമുക്ക് ഇന്ന് ചക്ക വിശേഷം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചക്ക വിശേഷം ആയിരുന്നു. ഇത് അത് പച്ചച്ചക്ക
ഇത് പഴുത്ത ചക്ക. അങ്ങനെ രണ്ടാമത്തെ പഴുത്ത ചക്ക വിശേഷങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിൽ. കഴിഞ്ഞ പ്രാവശ്യം നമ്മള് പറിച്ചിട്ട് നരിക്കോട് കൊണ്ടുവരാന്നെല്ലാം പറ്റി വെച്ചു. ഇന്നലെ ശ്രീനാട്ടൻ പിന്നെ വീട്ടിലേക്ക് പോകുമ്പോ മറന്നുപോയി. ആക്കിയിരിക്കും. അതാണ് അമ്മ. ഇതില്ലെങ്കിൽ വരട്ടി വെക്കണല്ലേ അമ്മ ചക്കയെല്ലാം. ഇത് വെള്ളം കൂട്ടിട്ട് ഇങ്ങനെ ഇതാക്കലില്ലേ? വരട്ടി വെക്കല്. ജാമാക്കല്. അമ്മ ഇതിന് പിന്നെ ഒരാഴ്ച മുന്നേ തന്നെ അതൊന്ന് നരിക്കോട് ഇതുപോലെ അപ്പയാക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ചക്ക തന്നെയല്ലേ പഴവും പരിക്കും രണ്ടും കൂടിയിട്ട് പഴം അതിന് മിക്സ് തന്നെ ആക്കിയിട്ടുണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ നമ്മള് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പോകാൻ പറ്റിയില്ല. ഏതായാലും പിന്നെ അമ്മ ഇന്നലെ ഇങ്ങോട്ടേക്ക് വന്നു. അമ്മേന്റെ അതേ രുചി നമുക്ക് ഇടുന്ന് കാണാൻ പറ്റും. ഇടക്ക് പണി കിട്ടിപ്പോയി. എല്ലാം കൂടെ ഒരു ജാറിലിടുമ്പോഴത്തെ കയ്യിലാണെങ്കിൽ കടിയൊന്നുമില്ല. അമ്മ ഇറക്കാന്നില്ല നിന്നിയാണ്. അപ്പൊ അമ്മ എനിക്ക് കൈമാറി. അതുകൊണ്ട് അമ്മ റെസിപ്പി പറഞ്ഞു കൊടുക്കറേ ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത്. ഞാൻ വെച്ചാല് ആദ്യക്ക് വെല്ലവും തേങ്ങയും കൂടി ഒരു അടിയടിച്ചു. അടിയടിച്ചിട്ടാൽ വൈകി ചക്ക അതിൻ്റെ അകത്തിട്ടു. അത് ലേശം ഇങ്ങനെ അധികം അരച്ചൂടാ, കുറച്ചിങ്ങനെ ഒതുങ്ങിയിട്ടാകുമ്പോൾ വാങ്ങിച്ച് വെക്കും. എന്നിട്ട് അരിപ്പൊടി ഇതിൽ കലക്കും. ഇതിട്ടു, പിന്നെ ഇലക്കാരി ഇട്ടു, ഉപ്പിടണം. എന്നിട്ട് അത് നല്ല കുറുക്കുട്ടി ചപ്പ് പറിച്ച് കൊണ്ടിട്ട് അതിൽ മടക്കി വെച്ചാൽ അപ്പം തിന്നാൻ വായിലെടുക്കൂല. ഇത് അടിക്കണമെങ്കിൽ ഇപ്പൊ നല്ല അടിക്കാൻ തുടങ്ങുന്നേ സൗണ്ട് വരുന്നോണ്ട് മിക്സ് റെഡി. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇല അങ്ങ് പറിക്കുക, അതിലേക്ക് ഇടുക, മടക്കുക, വെക്കുക, ആവിയിൽ വെക്കുക. ഇല നമ്മളെ അമ്മ ഇന്ന് പറഞ്ഞു വാഴ ഇലയിൽ വേണ്ട, കുറുക്കൂട്ടി ഇലയിൽ മതി. മാമേ കുറുക്കൂട്ടി ഇല അപ്പൊ ഇതില് നമ്മള് പിന്നെ ചക്ക, അതുപോലെ വെല്ലം, പിന്നെ ഏലക്കായി, തേങ്ങ, പഴം ചേർത്തിന് അമ്മ. പഴം ചേർത്തില്ല അല്ല, ഞാൻ വിചാരിച്ചു വേറെ പഴം അതൊന്നും ചേർത്തില്ല അല്ലേ. അപ്പൊ അതെല്ലാം കൂടിയിട്ട് നമ്മുടെ മിക്സിയിലിട്ട് അടിച്ച് ഒരു മിക്സറാക്കി എടുത്തിട്ടല്ലേ. ഒരു ഏരാ പാർട്ടിയിൽ ഉള്ള കഴിയുമ്പോ ഉപ്പ ഇതിൽ കോരിയിടുക. പൊട്ടലും പക്കലും ചൂടാക്കാൻ പക്കണേ വേണ്ട, അന്നേരം വെച്ചാ പോരെ. അങ്ങനെ കുറുക്കൂട്ടിയല്ല പറിക്കാൻ വേണ്ടി പോവുകയാണ്. രണ്ടുപേരും നടന്നോളൂ. അമ്മ ഒഴിച്ച് കേറാൻ പറ്റുമോ കുറുക്കുട്ടീന്റെ മുകളിൽ? അപ്പൊ ഇതാണ് സംഭവം കേട്ടോ. നമ്മള് ഇത് നമ്മള് കുറ്റി ആക്കി വെച്ചോണ്ട് വട്ടയല അല്ലേ, കുറ്റിയാക്കി വെച്ചോണ്ട് ഇല പറിക്കാൻ ആരും സഹായം വേണ്ട. നമുക്ക് ഈ ഇലയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പണ്ട് മീനെല്ലാം ഇലല്ലേ തരല്. പണ്ട് നമ്മള് ഉപ്മാവിന് പോകുമ്പോ നമ്മളെ കാലത്ത് അമ്മേന്റെ കാലത്ത് പോകുമ്പോ ഇലയുണ്ടാവൂല. നമ്മള് കുറുക്കുട്ടീന്റെ ഇല പറിച്ചിട്ടാണ് നല്ല തൈര് ഉപ്മാവ്, നല്ല 1ാം ക്ലാസ്സിൽ 2ാം ക്ലാസ്സിൽ അതിനാ പോകുന്നു പഠിക്കാനൊന്നല്ല. അതെന്തെങ്കിലും ഭക്ഷണം കിട്ടുമല്ലോ വെച്ചിട്ടല്ലേ. പക്ഷെ എന്റെ കാലത്ത് അങ്ങനെ ഉണ്ടായില്ല. എന്റെ കാലത്ത് മീനാണ്. മീന് ഇത് അന്നേരം മീൻകാരന്മാര് നമ്മുടെ ഇവിടെ വരുന്ന തേക്കിന്റെ തപ്പില്ലേ, ജാതി തപ്പ്, ജാതിന്റെ നമ്മ ജാതി എന്നാ പറയല്, തേക്കിന്റെയാണ്. അപ്പൊ ജാതി ചപ്പും പിന്നെ അല്ലെങ്കിൽ ഇതുപോലെ കുറുക്കൂട്ടീന്റെ ഇതിലാണ് മീൻകാരൻ മറ്റേ ബക്കറ്റിൽ കൊണ്ടുവന്നിട്ട് ബക്കറ്റില്. ഇപ്പൊ പിന്നെ എല്ലാം വേഗം എടുത്തു സഞ്ചിയിലിട്ട് മാറി. അപ്പൊ അതാണ് നമുക്ക് കുറുക്കൂട്ടീന്റെ ഓർമ്മ. എന്നാ പിന്നെ ഇന്ന് ആ ഓർമ്മയില് നിങ്ങൾക്ക് ചക്കപ്പം തരാം. അന്നേരം കൊറേ ഓർമ്മകൾ കൂടെ അങ്ങ് വരട്ടെ. പാട് കിട്ടാൻ നമ്മളെ ശരിക്കും അമ്മേരെ സമയത്ത് ഉപ്മാവ് കിട്ടാൻ, നമ്മളെ സമയത്ത് ഉപ്മാവ് തിന്നാൻ ഇഷ്ടല്ല. എനക്കൊന്നും ഇഷ്ടല്ല. മടുണ്ടാവും. ഗവൺമെന്റിൽ നിന്ന് നമുക്ക് അതിന്റെ എണ്ണ തരും, ഡാൽഡ. അതേ മഞ്ഞപ്പൊടി, നല്ല പൊടിയാണ് തരുക. ആ ഒരു മഞ്ഞപ്പൊടിന്റെ ഉപ്മാവ് പണ്ട് ഞാൻ അംഗൻവാടി പഠിക്കുമ്പോ വാങ്ങാൻ പോന്ന് വെച്ചാൽ കൊടുക്കുന്നുണ്ടോ എന്ന് അറിയുമ്പോ കാര്യം എത്തി നമ്മള്.
പക്ഷെ എനക്ക് അങ്ങനെ ഉപ്മാവിന്റെ ഓർമ്മയില്ല. നമുക്ക് കഞ്ഞിയും പയറിന്റെ ഓർമ്മയില്ല. കഞ്ഞി എനക്ക് ഉപ്മാവിന്റെ ഓർമ്മ. എന്ന് എനിക്ക് നെയ്യുണ്ടാവുമ്പോ എന്ന് കഞ്ഞിയും കടല. ആ കഞ്ഞിയും കടലയും കഞ്ഞിയും പയറല്ലാന്ന്. ഉപ്മാവിന്റെ ഒരു ഓർമ്മ എനിക്ക് അത്ര ഇല്ല കേട്ടാ. നെൽക്കോട് സ്കൂൾ ഉപ്മാവില്ല ഉണ്ടായില്ല. പിന്നെ നമുക്ക് അങ്ങനെ എപ്പെങ്കിലും ഒരു പായസെല്ലാം ഇപ്പൊ ഈ ആരെങ്കിലും മരിച്ചാലാണ് പായസം കിട്ടും. ആഗസ്റ്റ് 15 അങ്ങനെ ആരെങ്കിലും മരിച്ചതിന്റെ അവരെ വക അങ്ങനെ സ്കൂളിൽ പായസം കൊടുക്കില്ല. അങ്ങനെയുള്ള ഒരു ഓർമ്മകൾ. പക്ഷെ അന്ന് കഞ്ഞി ഉണ്ടാവൂലല്ലോ, കഞ്ഞിക്ക് പകരം പായസല്ലേ. അങ്ങനെ എന്തോ നമുക്ക് അങ്ങനെ ഉണ്ടാവില്ല. അന്നത്തെ ദിവസം ഉച്ചക്ക് കഞ്ഞിയില്ല, അന്നത്തെ ദിവസം പായസം. അങ്ങനെ തന്നെ ആയിരിക്കണം. അത്ര ഇതിൽ വരുന്നത്. അപ്പൊ എന്നാ ഇത് ഒരുപാട് പഠിക്കുന്നുണ്ടല്ലോ. അമ്മ മീൻ പ്രാവശ്യം ഈ കുറുക്കൂട്ടീന്റെ ഒരു വലിയൊരു മരമായിരുന്നു. അപ്പൊ ഈടെ ഒരു നമുക്ക് അതൊരു ഭീഷണി ആയതുകൊണ്ട്, ഭീഷണി എന്ന് പറയാൻ പറ്റില്ല, ഒരു അല്ല ഭീഷണി തന്നെ. ഇങ്ങോട്ടേക്ക് ചാഞ്ഞു വീണാലോ അല്ലെങ്കിൽ പിന്നീട് ഒരു ഇരുട്ട് പിടിച്ച പോലെയാണ് ആ ഒരു മരം ഇല്ലതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് മുറിച്ചു കളഞ്ഞതാണ്. ഇപ്പൊ ആ ഒരു ചപ്പിനെ കൊണ്ട് ഉപകാരപ്പെട്ടു. ഇങ്ങനെ ഉപ്പുമാവും പുതിയ ചക്കപ്പാക്കാനെങ്കിലും ഉപകാരപ്പെട്ടു. നാളെ ഞാനിവിടെ ഉപ്പുമാവാക്കി ഇതിൽ പൊയിഞ്ഞു കൊടുക്കുന്നുണ്ട്. അല്ല ഉപ്മാവാക്കിയ വായച്ചപ്പില് കുറച്ച് വെള്ളാക്കിട്ട് അത് റവ ഉപ്മാവല്ലേ? നല്ല രസാണ്. അത് കഴിഞ്ഞ് മടക്കിട്ട് അതുപോലെ മടക്കിട്ട് വെക്കണം. എന്നിട്ട് ആ ചൂടോടെ തിന്നണം. നല്ല രസാണ്. തട്ടുകട ഇതന്നെ പരിപാടി. ഇന്ന് ഫുള്ള് കഴിക്കേണ്ട കാര്യം. ഇന്ന് അമ്മ വന്നേ പിന്നെ ഫുള്ള് ഭക്ഷണത്തിന്റെ പറച്ചിലാണ്. അമ്മേന്റെ ഫുള്ള് അമ്മക്ക് ഓരോ റെസിപ്പി കൊടുക്കും. ഇനിയിപ്പം അത് വൃത്തിക്ക് കഴുകിക്കൊള്ളുക. ഇത്രയും ദിവസം മഴ ഉണ്ടായിട്ടില്ല, ഇന്നേക്ക് നല്ല മഴ വന്നു. ഇന്നലെയും ഇന്നും ഇതുവരെ ജൂണാണ്. ജൂണിന് നല്ല മഴ വരേണ്ടതാണ്. അപ്പൊ ഇപ്രാവശ്യം മഴ കുറവാന്ന് തോന്നുന്നു ഇങ്ങോട്ട്. ഒരാളിട ഇല തുടച്ചു വെക്കുന്നുണ്ട്, ഒരാള് അമ്മയുടെ. കൃത്യ അളവെല്ലാം കേട്ടാ അമ്മക്ക്. എന്നോട് പറഞ്ഞു നീ ഇടാൻ നിക്കണ്ട, അമ്മേന്റെ ആ ഗ്രാം കണക്കിനാ ഇടുന്നത്. കൃത്യം എന്താ. എന്നിട്ട് ഇതാ ഇങ്ങനെ വെച്ച് ഇങ്ങനെ അതാ ഒരു മടക്കല്. വാഴയിലാന്ന് കുറച്ച് ചൊറ പിടിച്ച പണിയാണ്. മടക്കണമെങ്കിൽ മടക്കില്ല, ഇല വാട്ടണം. കൃത്യ അളവിൽ നമുക്കുണ്ടാ. നമ്മൊരു കണക്കുണ്ടല്ലോ മേനി. പാട് വലുതാവുമ്പോള്ള ഇല വലുതായാലും ഇടുന്നത് കണക്കായിരിക്കണം. അപ്പൊ ഇവിടെ ഒരാൾ തുടച്ച് തുടക്കാൻ എളുപ്പമാണ് ഇത്. മറ്റേ വാഴയിലാണെങ്കിൽ നമുക്കത് വാട്ടണം, പിടിക്കണം, കുറച്ച് മെനക്കേടുണ്ട്. ഇതാകുമ്പോ ഇങ്ങ് മടക്കി വെച്ചാൽ മതിയല്ല. ഇത് മടക്കാനും കിട്ടുമല്ലേ, വേഗം അങ്ങ് ചുറ്റി അങ്ങ് വെക്കല്. ഓരോന്നും ഇത് മടക്കി വെക്കുകയാണ്. അമ്മേന്റെ ചെറുപ്പത്തിലെല്ലാം ആക്കലുണ്ടമ്മേ? പിന്നെ ഇതേ ഇല്ലു അല്ലേ? തിന്നാൻ കിട്ടൂലപ്പാ. അത്രയും ആൾക്കാരായില്ലേ? നമ്മള് പാട് ആൾക്കാരാണ് കിട്ടൂല. അമ്മേന്റെ ഭയങ്കര കൂട്ടുകുടുംബായിരുന്നു. പക്ഷെ നമ്മളിലേക്കെല്ലാം എത്തുമ്പോ അത് മാറിയിട്ടാ, അണുകുടുംബായി. അതുപോലെ അമ്മേന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മേന്റെ ഏച്ചീന്റെ ആൾക്കാരും ശ്രീനാഥന്റെ പറയുന്നത് അമ്മമ്മേരെ അനിയത്തി ഏട്ടന്മാരെല്ലാം എന്റെ അമ്മാമേന്റെ ഏച്ചീന്റെ മക്കളും അനിയത്തിന്റെ മക്കള് അങ്ങനെ പറഞ്ഞ ഒരു 10-20 മുകളില് 21 ആള് ഒരു ചെറിയൊരു വീട്ടില്. അന്ന് മീനൊന്നും ഉണ്ടാവും, പക്ഷെ നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല. അതിന്റെ തല കോമാട് ഇത് കളഞ്ഞിട്ട് അതിന്റെ കോമാട് തിന്നു വറുത്ത് തിന്നാൻ. ഒരു വെള്ളം കറി പോലത്തെ. അത് ഇന്നും അച്ഛനില്ലേ, അച്ഛൻ ഇന്നും പറയും പ്രിയെ. അച്ഛൻ പറയും ഞാൻ നീലേശ്വരത്തേക്ക് പോകുമ്പോ അമ്മേന്റെ നാട്ടിലേക്ക് പോകുമ്പോ ആടത്തെ വെള്ളം കറി അച്ഛൻ പറയല്ലേ. അപ്പൊ ഇത്രയും ആൾക്കാർക്ക് വെച്ച് വാങ്ങുവാന്ന് പറയുന്നത് ഒരു ചെറിയൊരു കഷ്ണം അതിന്റെ വെള്ളം ചാറും ഉണ്ടാകും. പക്ഷെ അത് ഒരു അപാര ടേസ്റ്റ് ആണ് ഇന്നും അച്ഛൻ പറയും. അന്ന് ഞാനും ചെറുപ്പത്തിൽ കഴിക്കുമ്പോ നമ്മള് ചില അമ്പലങ്ങളിൽ പോയിണ്ടായിരുന്നു, വെള്ളം സാമ്പാറായിരിക്കും, പക്ഷെ അതിന് ഭയങ്കര ടേസ്റ്റ് അല്ലേ. അതൊരു അമ്പലം പറയാ, നമ്മുടെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ സാമ്പാർ അതെന്ന് പറഞ്ഞ വെള്ള സാമ്പാർ. നമ്മള് വീട്ടിൽ നിന്ന് ഇല്ല പൊടിയും കാശ്മീരും എല്ലാം ഇട്ടാലും ആ ടേസ്റ്റ് കിട്ടില്ല. അത് ടേസ്റ്റ് വേറെ തന്നെയാ. അതല്ലേ അപ്പൊ അതുപോലെയാണ് മറ്റേ നീലേശ്വരത്തെ തറവാട്ടിലെ ഫുഡ് പറഞ്ഞൊരു എല്ലാവർക്കും എത്താൻ വേണ്ടിട്ട് വെള്ളം. പക്ഷെ അതൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അത് എനിക്കൊന്ന് അന്നത്തെ പൊടികൾക്കും ഒരു രസം ഉണ്ടായിരുന്നു. പൊടികളൊന്നല്ല അത്. അതെന്താണ് അതൊരു
സ്നേഹാന്നത് അന്നത്തെ, അങ്ങനെ പറയാം. അന്ന് മിക്സി ഒന്നുമില്ല, ഇല്ല. എല്ലാ അന്ന് ആട്ടമ്മീനുണ്ട്, പിന്നെ നീട്ടമ്മി അരച്ചിട്ടാ എടുക്കല്. അത് കൈപ്പുണ്യാന്ന് തോന്നുന്നത് ഇതെല്ലാം. ആട്ടമ്മിയില് അന്നേരം പച്ചരിക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗോതമ്പ് കുതിർക്കും, അതിൽ കുറച്ച് അരിയുള്ളൂ. ആ ഗോതമ്പ് അരി ആക്കി രാവിലെ അരക്കുമ്പോഴേക്ക് അത് ആ ചുട്ട് തിന്നാൻ എന്ത് രസം. ഇപ്പൊ ഗോതമ്പ് വർത്താനം പറഞ്ഞോടെ നിറച്ചു കഴിഞ്ഞു. നിറച്ചു കഴിഞ്ഞോട്ടെ. ഇതാ പ്രിയയുടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. നേരെ ഇഡലി തട്ടിലേക്ക് അങ്ങ് കയറ്റി. ഇതിൽ ഫുള്ളായിട്ട് വെക്കാൻ പറ്റുമോ അമ്മ? ഇത് അതെല്ലേ? അതന്നെ ശ്രീനാട്ടൻ പറിക്കുമ്പേ തോന്നി എനിക്ക്. ഒരുപാട് പറിക്കുന്നുണ്ടായിരുന്നു അമ്മ. നാളെ 10-15 കൂടുതൽ നാളെ ആക്കാന്നാ. ഇലയാടെ വെച്ച് കഴിഞ്ഞാൽ നാളെ ആക്കാം. അങ്ങനെ. ഓക്കെ. അപ്പൊ ഏതായാലും ഇതെല്ലാം ഇടുന്ന് വെന്ത് കഴിയുമ്പോഴേക്ക് പിള്ളേർ എത്തും. നമ്മുടെ മണിയും മേതു കുട്ടിച്ചേത്തന്മാര് എല്ലാം ഇടിയെത്തും ഓടിച്ചാടി. വന്നാട് ചോദിക്കുമെന്നറിയാം അമ്മമ്മ ഇല്ലേന്ന്. ആടുന്ന് ഇറങ്ങുമ്പോ ചോദിക്കും. അമ്മയോട് കേറുമ്പോ മണിക്കൂട്ടൻ ചോദിക്കുന്നുണ്ട്, അമ്മമ്മ എത്ര ദിവസത്തേക്കാ വരുന്നത്? 3 ദിവസത്തേക്കല്ലേ? 3 ദിവസം. അമ്മ 3 ദിവസം എന്ന് പറഞ്ഞു. ഓരോ സത്യം പറഞ്ഞു. കിടക്കും മുങ്ങല്ലാന്നല്ലേ. നല്ല മഴയും ചക്കയും. നേരത്തെ മഴയില്ല, ഇപ്പൊ പിള്ളേർ സ്കൂളിൽ വരുമ്പോഴത്തേക്ക് നല്ല മഴ പെയ്തു. അപ്പൊ നമ്മുടെ ചക്ക മണിക്കൂറിന് പിന്നെ അപ്പോൾ അങ്ങനെ പറയാനില്ലല്ലേ മേതുട്ടി? ലീവ് കിട്ടി. ഇപ്പൊ ഇന്നലെ വരെ ലീവായിരുന്നു. അടുപ്പിച്ച് 3 ദിവസം ലീവ് കിട്ടിയതേ ഇല്ലു. ഇന്നാന്ന് പോയത്. റെഡ് അലർട്ട്. അതെ മേതുട്ടി, എങ്ങനെയുണ്ട് ചക്കയപ്പം? അടിപൊളി. മണിക്കൂട്ട എങ്ങനെയുണ്ട് ചക്കയപ്പം? അടിപൊളി അല്ലേ? അപ്പം കുറച്ചത് എനക്കൊന്ന് കുറച്ച് ലൂസായി അല്ലേ? ചക്ക എനിക്ക് പഴഞ്ചക്ക നമ്മുടെ അടുത്ത് കൂടിപ്പോയി അല്ലേ? പക്ഷെ ടേസ്റ്റിന് ഒരു രക്ഷയില്ല. ടേസ്റ്റ് അടിപൊളി സാധനം. നമുക്ക് നല്ല ഒരു പായസം മോഡൽ കിട്ടിപ്പോയി. നനക്കൊന്ന് ഇത് കുറച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ ഉറക്കുമല്ലോ മേ? നാളത്തേക്ക് ഇതിപ്പോ ചൂടോടെ ആയതുകൊണ്ട് കുറച്ചൊരു ചെറിയൊരു ലൂസ് ഉണ്ട്. പക്ഷെ എന്നാലും ടേസ്റ്റിന് ഒരു വിട്ടുവീഴ്ചയില്ല. ഞാനും കഴിച്ചു ഓൾറെഡി. അടിപൊളി സാധനം. അങ്ങനെ കുന്തളമ്മ വരുമ്പോഴേക്കും നമ്മള് അതെ അതെ മണം അടിച്ചല്ലേ അമ്മക്ക്? കുന്തളമ്മ വരുമ്പോഴേക്കും നമ്മളിവിടെ ചക്കയപ്പം എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് അല്ലെ? ഇന്ന് ലീലമ്മ സ്പെഷ്യലാണ്. പക്ഷെ അടിപൊളിയായിട്ട്. മേതുട്ടി സ്കൂളിലെ വിശേഷം എന്തുണ്ട്? സൂപ്പറാ. ഏയ് മണിക്കൂട്ട എന്തുണ്ട് സ്കൂളിലെ വിശേഷം? എല്ലാവർക്കും പ്രത്യേകിച്ച് എന്തൊക്കെണ്ടാ സ്പെഷ്യലി? ഇനിയിപ്പൊ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇനി ഇവന് എത്ര പ്രാവശ്യം കലക്ടറെ പേജിലേക്ക് കയറി നോക്കു പറയാ അല്ലമ്മേ? നാളെ എന്തൊക്കെ ലീവ് ഉണ്ടോന്ന് അറിയില്ലല്ലോ. നാളെ ഇല്ലാട്ട് 2 വട്ടം പറഞ്ഞു. ഞാൻ ചോദിച്ചെന്താ അല്ല ഈ മഴയാന്നൊക്കെ റെഡ് അലേർട്ട് ആയിരിക്കും. മഴക്കൊന്നും റെഡ് അലേർട്ട് ഇല്ല. മഴക്കാലത്ത് മഴയല്ലാണ്ട് പിന്നെ വെയിലാ ഉണ്ടാവുക. അതെ അതെ മഴക്കാലത്ത് ഇനി മൊത്തമായിട്ട് മഴയാന്ന്. അതെ. അപ്പൊ അങ്ങനെയാണ് നമ്മളെ ചക്കയപ്പം അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പോ ചക്കയപ്പം ഇനി കുന്തളാമയും കൂടി കഴിക്കണം. കുന്തളാമ ഒന്ന് കുറച്ച് കഴിച്ചിട്ട് പറഞ്ഞേ എങ്ങനെയുണ്ട് നോക്കിയേ. കുന്തളാമ കഴിച്ച് നല്ല മധുരമുണ്ടല്ലേ? നല്ല രസമുണ്ട്. നമ്മുടെ പഴഞ്ചക്ക നല്ല മധുരം. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അതൊന്നും ഒരു കുഴകുഴയായി പോയില്ല. പക്ഷെ നാളത്തേക്ക് അത് റെഡിയാവും. നമ്മള് പഴഞ്ചക്ക കൂടുതൽ വരിക്ക ചക്കനെക്കാട്ടി കൂടുതൽ പഴഞ്ചക്ക ചേർത്തുകൊണ്ട് പാട്ട് മാറ്റി
ചക്കയപ്പം പാട്ടും. കരയിൽ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായം, കണ്ടടി ഞാനൊരു മിന്നായം. മൂർച്ചയുള്ളൊരു നോട്ടമ്മ, മൂർച്ചയുള്ളൊരു നോട്ടമ്മ. കാലിടറന്ന് വയറിടിയടി, ഇടി കുടുങ്ങന നെഞ്ചിലടി, ആഹാ ഇടി കുടുങ്ങന നെഞ്ചിലടി. മണിക്കൂട്ടിനെ അതിന്റെ കൂടുതൽ അറിയില്ല. അപ്പൊ മണിക്കൂട്ടാണ് സ്റ്റോപ്പ് ആക്കിയാൽ മണിക്കൂട്ടാ. ആ മേതൊട്ടി അത് ഫുള്ളായിട്ട് ബൈഹാട്ട് പഠിച്ചിട്ട് വന്നു. അയ്യോ അപ്പൊ നമ്മുടെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചക്ക വിശേഷം. അടിപൊളി. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നല്ലതാണ് ചായ ഫ്രീയാക്കുന്നുണ്ട്. ചായയും കുടിച്ച് ചക്കയും തിന്ന് അതൊക്കെയാണ് നമ്മളെ വിശേഷം. അടുത്ത വേറെന്തെങ്കിലും ടോപ്പിക്കുമായിട്ട് പുതിയ വിശേഷമായിട്ട് വരാം അല്ലേ? അതുവരെ ബൈ ബൈ.